അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എടത്തല സ്വദേശി സജിത്തിനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗായത്രി സത്യദേവ് ചേരുന്നു. ഗായത്രി, എന്താണ് വിവരങ്ങൾ? അശ്വത, ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരാളുടെ കൂടി അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പിടിയിലായിരുന്ന സാബിത് നാസറിന്റെ സുഹൃത്ത് എടത്തല സ്വദേശി സജിത് ശ്യാമിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടപ്പള്ളിയിൽ കഴിഞ്ഞായിരുന്ന ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് സാമ്പത്തികമായാണ് സാബിത്തുമായുമുള്ള ഇടപാടുകൾ ഇയാളുടേത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സാബിത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളെ കുറിച്ച് സൂചന ലഭിച്ചത്. ഇതിൽ നിന്നാണ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ നടത്തിയിരുന്നത് ഇയാളാണെന്ന് മനസ്സിലാക്കുന്നത്. ലക്ഷങ്ങളുടെ ഇടപാടുകൾ ഈ കേസിൽ നടന്നതായാണ് അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. സാബിത്തിന്റെ ഫോൺ വിളി വിവരങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇയാളുമായി കൂടുതൽ തവണ ബന്ധപ്പെട്ടതായും മനസ്സിലാക്കുവാൻ സാധിച്ചത്. അങ്ങനെ സാബിത്തിന്റെ പതിവായി വിളിച്ച 2 നമ്പറുകൾ പരിശോധിച്ചതിൽ നിന്ന് ആണ് ഇയാളിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വൃക്ക വാങ്ങിയവരിൽ കൂടുതലും ഉത്തരേന്ത്യക്കാരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഇവരെ കുറിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നു. എന്തായാലും ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെ എണ്ണം 2 ആയിരിക്കുന്നു. ശരി, ഗായത്രി സത്യദേവാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു.